മിക്കവാറും മഹി ഈ പറയുന്ന പോലെ രമാദേവിയുടെ മകനാണെന്നുള്ള കാര്യം കല്യാണി അറിയാനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട്. കാരണം ആ ലെവലിലാണ് കഥയുടെ പോക്ക്. തലനാരിഴയ്ക്കാണ് എപ്പോഴും രക്ഷപ്പെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്വിസ്റ്റ് ഒന്ന് പുറത്താവണം, അതൊന്ന് വെളിയിൽ വരണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അത് മാത്രം ലോജിക്കലി നമുക്ക് കറക്റ്റ് ആവുന്നില്ല. ബാക്കി എല്ലാ രഹസ്യങ്ങളും ഓക്കെ പതിയെ പതിയെ പതിയൊക്കെ വന്നോട്ടെ. ഇത് എപ്പോഴും തലനാരിഴയ്ക്ക് ഈ പറയുന്ന മഹി രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹി യഥാർത്ഥത്തിൽ രമാദേവിയുടെ മകനാണെന്നുള്ള കാര്യം ചിന്നു അറിഞ്ഞിട്ടില്ല. അപ്പം അത് അറിയണം. അതറിയാതെ ഒരു രസമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ രമാദേവി ചന്ദ്രലേഖയെ കൊണ്ട് മുളക് തീറ്റിക്കുകയാണ്. ചന്ദ്രലേഖ കൂടെ വന്ന് ഒറ്റ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പോയി ജയരാമൻ്റെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വേല കാണിക്കുന്നത്. ഈ പെണ്ണുപിള്ളയ്ക്ക് തലയ്ക്ക് വട്ടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ലോജിക്കില്ലാത്തതാണ്. ഒരാളെ കൊണ്ട് മുളക് തീറ്റിക്കുക, അത് ആ വീട്ടിൽ ആരെങ്കിലുമൊക്കെ എതിർക്കുമോ എന്തോ. അതിനിപ്പോൾ നാളെ കണ്ടു തന്നെ അറിയണം. നേഹ ഇന്ന് കുടുങ്ങിയിരിക്കുകയാണ്. കാരണം നേഹയെ കുടുക്കി നരി പിടിച്ച് കുടുക്കിയിട്ടുണ്ട്. പക്ഷേ നേഹ അവിടെ നിന്ന് സ്കൂട്ടായി ഓടി രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. ഇനി നേരെ രമാദേവിയുടെ അടുത്ത് പോയി പറയുമോ എന്തോ, ഇതുവരെ കറുത്ത വസ്ത്രം ധരിച്ച് ഒരാൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുകയാണെങ്കിൽ രമാദേവിയും നരിയും കൂടെ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കും. അവിടെ എന്തിനാണ് നരി അവിടെ പോകുന്നത്, നരിക്ക് എന്തോ കൂടെ നിന്ന് ഒറ്റാനുള്ള പരിപാടി ഉണ്ടെന്ന് രമാദേവിക്ക് ഇപ്പോഴത്തെ പോക്കനുസരിച്ചിട്ടാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ശിവദാസനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ജയിലിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പ്ലാൻ പാളി എന്നുള്ള കാര്യം നമ്മുടെ ആർക്ക് മനസ്സിലാവുന്നു? അത് നമ്മുടെ ഭദ്രനും രമാദേവിക്കും കൂടെ ആ കേസ് മനസ്സിലാവുന്നുണ്ട്. ഐശ്വര്യയും അതുപോലെ ഐശ്വര്യയുടെ രഹസ്യങ്ങൾ, ഐശ്വര്യ അല്ലെങ്കിൽ ചിന്നുവിൻ്റെ ചേച്ചിയെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് മഹി പറയുന്നുണ്ട്. പക്ഷേ ചിന്നു അടുക്കുന്നില്ല. ആ കേസ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ കഥ പാളും. അതൊക്കെ ഓക്കെ, അതൊക്കെ രഹസ്യമായിട്ട് തന്നെ അവിടെ ഇരുന്നോട്ടെ. ചന്ദ്രാമയുടെ രഹസ്യം, ഐശ്വര്യയുടെ രഹസ്യം, ഇതൊന്നും പെട്ടെന്ന് പുറത്ത് വരാത്ത സാധനങ്ങളാണ്. പക്ഷേ പുറത്ത് വരേണ്ടത് ഈ പറഞ്ഞ പോലെ മഹി കല്യാണി സാധനമാണ്. മഹി യഥാർത്ഥത്തിൽ രമാദേവിയുടെയും ജയരാമൻ്റെയും മോനാണ്, അല്ലെങ്കിൽ അർജുൻ്റെ അനിയനാണ് എന്നുള്ള കാര്യം ഈ പറഞ്ഞ ചിന്നു ഇനിയും അറിയാതിരിക്കുന്നത് അത് ലോജിക്കലി എനിക്ക് ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. കാരണം 130 എപ്പിസോഡ് ആയി ഇന്ന്. അപ്പം എന്നിട്ടും അറിയുന്നില്ല. അപ്പം ഇനി ഒരു 150-നകത്തെങ്കിലും അത് അറിഞ്ഞ് കല്യാണി ഒരു പൊട്ടിത്തെറിയൊക്കെ കാണണം എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ചെമ്പരത്തി 2-ന്റെ എപ്പിസോഡ് 130 ഏപ്രിൽ 10-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ഫസ്റ്റ് സീനിൽ തന്നെ നേഹ നമ്മുടെ ഇലവദേശം കൊട്ടാരത്തിൽ വരുന്നുണ്ട്. കൊള്ളാം. നേഹ നല്ലൊരു CID ആണ്. കാരണം കൊടുത്ത വേലയ്ക്കുള്ള പരിപാടികളെല്ലാം, പൈസയ്ക്കുള്ള പരിപാടികളെല്ലാം നേഹ ചെയ്യുന്നുണ്ട്. മണിമാല രമാദേവിക്ക് കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാനാണ് രാജാവ് ആവേണ്ടത്. രമാദേവി ഞാൻ എൻ്റെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കൂടെ നിർത്തിയിരിക്കും. പക്ഷേ കൊടുക്കാനൊന്നും പോണില്ല എന്നുള്ള കാര്യം നരി എന്ത് ചെയ്യാണ്, കൂട്ടാളികളടുത്ത് വ്യക്തമാക്കുകയാണ്. മുൻപേ കൂട്ടാളികളടുത്ത് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. നരി പേഴ്സണലി പറയുന്നുണ്ടായിരുന്നു മണിമാല വേണമെന്ന്. നരിക്ക് മണിമാലയെ കുറിച്ചിട്ടുള്ള കേസുകളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അത് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം വന്നു. അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ഇതേ സെയിം സാധനം ഐശ്വര്യയ്ക്കും കൂടെ വന്നു കഴിഞ്ഞാൽ കഥ പൊളിക്കും. കാരണം മണിമാല ഇപ്പം എന്തെന്നോ ഏതെന്നോ ഐശ്വര്യയ്ക്ക് അറിഞ്ഞുകൂടാ. എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നൊക്കെയുള്ള കാര്യം. അപ്പം അതൊന്ന് ഐശ്വര്യ അറിഞ്ഞു കഴിഞ്ഞാൽ രമാദേവിക്ക് കൊടുക്കാൻ പോലും മടിയും. അപ്പം അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. ദെൻ ശിവദാസൻ മരിച്ചില്ല എന്നുള്ള കാര്യം ഭദ്രൻ അറിയുന്നു, രമാദേവി അറിയുന്നു. അപ്പോൾ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നതായി ഇവരെ വെളിയിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരായാലും അവരെ വെട്ടി തീർക്കണം. എൻ്റെ ഇരയാണ് അവർ, എൻ്റെ കൈ കൊണ്ടാണ് അവർക്ക് മരണമെന്ന് പറയണം. അല്ലാതെ നമ്മൾ ഭാഗ്യം കൊണ്ടെന്നല്ല രക്ഷപ്പെടുന്നതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ്ലി ഇതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് മഹിയാണെന്ന് അറിയുന്ന ആ ഒരു മൊമെന്റിൽ രമാദേവി എങ്ങനെ പ്രതികരിക്കും എന്നാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതൊക്കെ അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഈ സീരിയലിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് കുറേ രഹസ്യങ്ങൾ ഇങ്ങനെ ഹൈഡായി ഇരിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവരറിയുന്നില്ല, ഇവരറിയുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകും. അപ്പം ലോജിക്കലി നോക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, എപ്പിസോഡ് 1 മുതൽക്ക് ഇതിനകത്ത് നിറച്ചു വെച്ചിട്ടുള്ള കുറേ ട്വിസ്റ്റുകളും രഹസ്യങ്ങളുണ്ട്. ഇത് ഒരാഴ്ചയിൽ ഒരെണ്ണമെങ്കിലും നമുക്ക് റിവീലാക്കി പോയി പുതിയ രഹസ്യങ്ങൾ ഓരോ ദിവസം കൂടുമ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയത് വരുവാണല്ലോ. അപ്പോൾ പഴയതൊന്ന് ഒതുക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നവർക്ക് കുറച്ചും കൂടി കണ്ണിനൊരു കുളിർമയായിരിക്കും എന്ന് എൻ്റെ ഒരു ഒപ്പീനിയനെ. അടുത്ത് ജയരാമനും രമാദേവിയും കൂടെ ആയിട്ടുള്ള എന്താ പറയുക, CID നേഹയെ കുറിച്ചിട്ടുള്ള സംസാരമാണ്. മരുമോളെ വീക്ഷിക്കാൻ വേണ്ടി CID നേഹയെ നിർത്തിയ കാര്യമൊക്കെ ജയരാമൻ അറിഞ്ഞ് ആ കേസാണ് സംസാരിക്കുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ചന്ദ്രലേഖ ഒറ്റ എന്നാണ് ആര് കരുതുന്നത്? രമാദേവി. കാരണം രമയും നേഹയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രലേഖ കണ്ടല്ലോ. അപ്പോൾ ചന്ദ്രലേഖ വന്ന് ഈ സാധനം പറഞ്ഞു കൊടുത്തു എന്നാണ് രമാദേവി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവ കിട്ടുന്ന ഞാൻ പൊട്ടിക്കും, അവൾ ഇവിടെ പലതും ചെയ്യുന്നുണ്ടെന്നൊക്കെ ലെവലിൽ ഇൻഡയറക്റ്റ്ലി ജയരാമൻ സംസാരിക്കുന്നുണ്ട്. ജയരാമൻ
എന്നുള്ള മൈ ജയരാമൻ അറിഞ്ഞുകൂടല്ലോ എന്താ നടക്കുന്നത്, ഈ പെണ്ണെന്താ ഈ പറയുന്നത് എന്നുള്ള ഒരു മട്ടിലാണ് ആരിയ്ക്കുന്നത്, നമ്മുടെ ജയരാമൻ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ അടുത്ത് പിന്നീട് നേഹ ഈ ഇളവദേശം കൊട്ടാരത്തിനകത്ത് നിൽക്കുവാണ്. സെയിം മഹിയൊക്കെ നമ്മുടെ മഹിയെന്ന് നരിയൊക്കെ അപ്പുറത്ത് നിൽക്കുവാണ്. അപ്പം നേഹയെ രമാദേവി ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഞാനിതുപോലെ ഇളവദേശത്താണെന്നുള്ള കാര്യം പറഞ്ഞ് ഐശ്വര്യയുടെ പേര് പറയുന്നതും ലാരി കേട്ടോണ്ട് വരുന്നു. നരി ഇത് കണ്ടോണ്ട് വരുന്നു, ഇവളെ തൂക്കുന്നു, ഹോൾ കട്ട് ചെയ്ത് തൂക്കുന്നു. ഐശ്വര്യയുടെ കേസ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവളെ പുറത്ത് വിടുന്നില്ല. ഇവൾ അവിടെ ഇട്ട് നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്, പറയടി എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നത്. അവൾ പറയുന്നില്ല, അവൾ അവിടെ നിന്ന് കാര്യം പറയുന്നില്ല. മഹിയും അതുപോലെ തന്നെ ചിന്നുവും കൂടെ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, അച്ഛൻ്റെ കൂടെ സഹായത്തിനും ഇതിനൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി. അപ്പോൾ ചേച്ചിയെ കൂടെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ മഹി ചോദിക്കുന്നുണ്ട്. അപ്പോഴേ കല്യാണി പറയുന്നുണ്ട് മിണ്ടുന്നില്ല, കല്യാണം ഒന്നുമേ മിണ്ടാതിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഞാൻ അറിയാത്ത രഹസ്യം അതിലുണ്ടോ എന്ന് മഹി എടുത്ത് ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, പോട്ടെ. അടുത്ത് നമ്മുടെ നേഹ എന്ത് ചെയ്യുന്നു, ലവന്മാരുടെ ചുറ്റി വിടത്തില്ല, നിന്നെ കൊന്നിട്ടേ വിടുകയുള്ളൂ എന്ന് പറയുകയാണ് നരി. പക്ഷേ നരിയുടെ അടുത്തുനിന്ന് ചാടി ആര് പോകുന്നു, നേഹ അവിടെ നിന്ന് ചാടി സ്കൂട്ടർ എടുത്ത് ഓടുന്നുണ്ട്. നേഹയെ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഈ പറയുന്ന നരിക്ക് പറ്റുന്നില്ലേ. അടുത്ത് ചന്ദ്രലേഖയ്ക്കുള്ള ശിക്ഷയാണ് റോബോട്ട് പോയി രമാദേവിയുടെ അടുത്ത് പോകണമെന്ന് പറയും. മാഡം ഈസ് കോളിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രലേഖ പോകുമ്പോൾ കുറച്ച് മുളക് എടുത്തുകൊണ്ട് വരാൻ പറയണം, പച്ചമുളക് എരിവുള്ള മുളക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നേരെ പെണ്ണുമ്പുള്ള സിറ്റൗട്ടിലോട്ട് വരാണ് രമാദേവി. അപ്പോഴാണ് മഹിയും കല്യാണിയും കൂടെ വരുന്നത്. പിന്നെ അവരെ രണ്ടുപേരോട് ഒരുമിച്ച് കാണുമ്പോൾ തള്ളക്ക് വെട്ടളവുമല്ലോ. പിന്നെ അവരെ മണ്ടയിലോട്ട് അങ്ങ് കയറി, എന്തടി നിരത്തി എത്ര തവണ ഞാൻ പറയാം, നീ അവളാര്, ഇതിനാണോ നിനക്ക് വണ്ടി തന്നിട്ടിരിക്കുന്നത്, ഇതിനാണോ നിനക്ക് ഞാൻ തരുന്നത്, എൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണോ നീ ചെയ്യുന്നത്, നാട്ടുകാർ വല്ലതൊക്കെ അവസാനം പറഞ്ഞു ഉണ്ടാക്കിയ തൊലക്കുന്നില്ല. അപ്പം ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തിനാ വീണ്ടും അപ്പം സീരിയലാണ് നമുക്കറിയാം, അതുകൊണ്ടാണ് നീ എൻ്റെ മോനാണ്, ഇവരുടെ കൂടെ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഡയലോഗുകൾ വരാത്തത് സീരിയൽ ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്കതൊക്കെ മനസ്സിലാക്കാം, സീരിയലാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഈ മഹിക്ക് ഈ വീട്ടിലുള്ള അധികാരം എന്തൊക്കെയോ ഉണ്ടെന്നൊരു ഡൗട്ടെങ്കിലും കല്യാണിയിൽ ജനിപ്പിക്കേണ്ട കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അതൊന്ന് റിവീലാക്കണം, ആ സീക്രട്ട് അതൊന്ന് കല്യാണി അറിഞ്ഞെന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സീക്വൻസ് ആണ്. ഓക്കെ, എന്നിട്ട് അവിടെ മുളകും കൊണ്ട് ആര് വരുന്നു, ചന്ദ്രലേഖ വരികയാണ്. കുറച്ച് പേർക്കൊന്ന് ശിക്ഷ കൊടുക്കാനുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്തവരിതുകൊണ്ട് കേൾക്കുമെന്ന് രമാദേവി പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്. ഇനി പ്രൊമോയ്ക്കകത്ത് ഈ പറയുന്നത് പോലെ ഇവൾ മുളക് കഴിക്കുന്ന ചന്ദ്രലേഖ മുളക് കടിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത തിങ്കളാഴ്ച കണ്ടറിയാം. നാളെ മറ്റന്നാളെന്ന് എപ്പിസോഡ് ഇല്ലല്ലോ, അപ്പം നമുക്കിനി തിങ്കളാഴ്ച തന്നെ അത് കണ്ടറിയണം. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയോട് കൂടി എല്ലാ ദിവസവും വീണ്ടും ചെമ്പരത്തി വരാനുള്ള സാധ്യതയുണ്ട്. ഡ്രാമ ജൂനിയേഴ്സ് തീരാൻ പോകുന്നു എന്നൊരു കാര്യം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം അത് എന്താകും എന്നുള്ള കാര്യമേ. അപ്പം ചെമ്പരത്തി ഈ ആഴ്ചയിലെ പെർഫോമൻസിൽ 5-ൽ 3 എപ്പിസോഡും അടിപൊളി തന്നെയായിരുന്നു. 5-ൽ 3 എപ്പിസോഡും കിടിലൻ എപ്പിസോഡായിരുന്നു അല്ലേ, കിക്കിടിലൻ എപ്പിസോഡായിരുന്നു. 2 കുറച്ചൊന്ന് പിറകിലോട്ട് നിൽക്കുന്ന എപ്പിസോഡ്. എനിക്ക് തോന്നുന്നു മൺഡേയും ഇന്നത്തെ എപ്പിസോഡും ജസ്റ്റ് ഒന്ന് പിറകിലേക്ക് നിൽക്കുന്ന എപ്പിസോഡാണ്. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 3 എപ്പിസോഡും എപ്പിസോഡായിരുന്നു, തീപ്പൊരി എപ്പിസോഡാണ്. എസ്പെഷ്യലി ഇന്നലത്തെ മെനിങ്ങാത്ത എപ്പിസോഡ്. ഒരു വീക്കിലി അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ കഥയൊക്കെ നല്ലോണം മൂവ് ഓൺ ആവുന്നുണ്ട്. പക്ഷേ ശിവദാസന്റെ ജയിൽ കേസൊക്കെ ഒന്ന് സോൾവ് ആയി. ഇവരെ പണ്ടത്തെ ആ ഒരു ട്രാക്ക് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാണാനായിട്ട്. അതിലോട്ട് വരട്ടെ. അപ്പോൾ ചെമ്പരത്തിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ റിവ്യൂ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം മാക്സിമം ഞാൻ റിവ്യൂ ഇടാൻ നോക്കുന്നതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. നിങ്ങൾക്കറിയാം ഇത് കഥയുടെ എക്സ്പ്ലനേഷൻ ഒന്നും അല്ല, ഞാൻ അത് കഥ കണ്ടിട്ട് എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു റിവ്യൂ കൂടെ ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈ വീക്കിൽ എനിക്ക് തോന്നിയത് ഐശ്വര്യയുടെ സീൻസ് ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ ഐശ്വര്യയുടെ സ്ഥിരം ഒരു ആധിപത്യം കാണിക്കുന്ന സാധനങ്ങളിലൊക്കെ ഒരു കുറവ് ഈ വീക്കിൽ മൊത്തത്തിൽ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ രീതിയിലും മെച്ചപ്പെട്ട് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. വളരെ നല്ല രീതി തന്നെയാണ്, ഒരു മോശം പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വീക്കിൽ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് നിറയെ സീക്രട്ട് ഉള്ളത് കൊണ്ട്, ഒത്തിരി സീക്രട്ട്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സീൻ വെച്ച് അല്ലെങ്കിൽ ഒരു സീക്രട്ട് വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു വീക്ക് റിവീൽ ആയി കഴിഞ്ഞാൽ അവർക്കും കണ്ടന്റ് ആണ്, നമുക്കും കണ്ടന്റ് ആണ്. കാണുമ്പോൾ നമുക്കൊരു കാണാനുള്ള ഒരു ത്വര ഡെയിലി കൂടിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാൻ പറ്റുമെങ്കിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. താങ്ക് യു ആൻഡ് ബൈ.